തിരുവനന്തപുരം വെള്ളറടയിലെ പ്രിയംവദ എന്ന വീട്ടമ്മയെ എന്തിനാണ് കൊന്നു കുഴിച്ചു മൂടിയത്? അയൽവാസിയായ വിനോദും കൊല്ലപ്പെട്ട പ്രിയംവദയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? കേസിൽ പ്രതികൾ പിടിയിലായി ഒരു ദിവസം കഴിഞ്ഞിട്ടും കൊലപാതകത്തിൻ്റെ കാരണം സംബന്ധിച്ച് പല ദുരൂഹതകളുമുണ്ട്. അതിവിദഗ്ധമായി നടത്തിയ കൊലപാതകത്തിൽ നിർണായകമായത് പ്രതിയുടെ ഭാര്യാമാതാവിൻ്റെയും ഒരു വൈദികൻ്റെയും വെളിപ്പെടുത്തലാണ്. പിന്നീട് പോലീസ് അവിടെ എത്തുമ്പോൾ പ്രതി വിനോദും സഹോദരനും വീട് അടിച്ച് കഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ സംശയം തോന്നിയതാണ് കേസിൻ്റെ ചുരുളഴിച്ചത്. കേസിൽ അറസ്റ്റിലായ വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും റിമാൻഡ് ചെയ്തു. പനച്ചമൂട് സ്വദേശി വിനോദിന്റെ വീടിന് പിന്നിലെ കുഴിയിൽ നിന്ന് അയൽവാസിയായ പ്രിയംവദയുടെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയത്. ദേഹപരിശോധനയ്ക്കിടെ പ്രിയംവദയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവന്റെ മാല കാണാനില്ല എന്ന വിവരം ബന്ധുക്കളാണ് പോലീസിനെ അറിയിച്ചത്. ഇരു കാതുകളിലും ഉണ്ടായിരുന്ന കമ്മലുകൾ മുക്കുബണ്ഡമാണെന്നും പോലീസ് കണ്ടെത്തി. മാല മോഷ്ടിക്കപ്പെട്ടതാണോ, പ്രിയംവദ തന്നെ വീട്ടിലെവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. വീട്ടമ്മയെ കാണാതായ വ്യാഴാഴ്ച രാവിലെ വിനോദിന്റെ വീട്ടിലെത്തിയ പ്രിയംവദയുടെ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ തർക്കങ്ങളുണ്ടാവുകയും മർദ്ദനത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നയിക്കുകയായിരുന്നുവെന്നുമാണ് വിനോദ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നതിനാണ് വിനോദിന്റെ സഹോദരൻ സന്തോഷിന്റെ അറസ്റ്റ്. ഈ സ്ത്രീയുടെ ശവശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുജനെ വീട്ടിൽ നിന്ന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതായിട്ടാണ് ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഈ മൃതശരീരത്തെ അനുജനെ വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുഴിയിലേക്ക് മാറ്റിയതും ഈ കുഴിയിലേക്കുള്ള മണ്ണ് ഉൾപ്പെടെ വെട്ടിക്കൊടുത്ത് ഈ ഒന്നാം പ്രതിക്ക് പിടിച്ചു കൊടുത്തതും എല്ലാം ഈ രണ്ടാം പ്രതിയാണ്. അപ്പോൾ ഇവർ ഈ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളും കൂടെ ഈ രണ്ടാം പ്രതി ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നു. വിനോദിന്റെ ഭാര്യാമാതാവ് സരസ്വതി സമീപത്തെ ദേവാലയത്തിലെ പുരോഹിതനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് കേസിൽ വഴിത്തിരിവായത്. ഞാൻ വളരെ ഞെട്ടലോടെയാണ് ഈ സംഭവം കേൾക്കുക. കാരണം എൻ്റെ കൈയും കാലം ഇങ്ങനെ വരച്ചിങ്ങനെ പെട്ടെന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സീരിയസോട് കൂടി തന്നെയാണ് ഞാൻ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സിന് 2 പേരെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വിളിച്ചതും അവരെ കാര്യം അറിയിക്കുന്നതും. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ CAയുടെ നമ്പർ മേടിച്ച് പോലീസിനെ വിളിക്കുന്നതും. പോലീസ് പെട്ടെന്ന് തന്നെ വന്നിട്ട് അതിനുള്ള ഉചിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അമ്മാമയിൽ നിന്നും ഈ മകളിൽ നിന്ന് ശേഖരിച്ച് ഉടനെ തന്നെ അവർ ആ വീട്ടിലേക്ക് തുടർന്ന് നടപടിക്കായി പോവുകയും ചെയ്തു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് വിനോദ് മൊഴി നൽകിയിരുന്നുവെങ്കിലും പോലീസ് ഇത് മുഖവുരക്കെടുത്തിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷം മാത്രമായിരിക്കും കൂടുതൽ അന്വേഷണം. ഇതിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഞാൻ ചെന്ന് നോക്കി, വെട്ടാടിച്ചെന്ന് ഞാൻ നോക്കിയതും തർക്കമാണ്. നോക്കിയപ്പോൾ കരി മാത്രം കണ്ടു. ബാക്കി പുതപ്പ് തുണി മൂടി കെട്ടിപ്പറക്കി അങ്ങനെ വെച്ചേക്കുന്നു. കൈ കണ്ട് എൻ്റെ ഉയരെ വാങ്ങിപ്പോയി. ഞാൻ വിചാരിച്ച് അപ്പോൾ ഒന്ന് വിളിച്ചു കൊണ്ടുപോയി. അവൻ കണ്ട എന്നെ കൊന്നില്ലേ, അതുകൊണ്ട് നേരെ ഇങ്ങനെ വന്നു. പുരോഹിതൻ നൽകിയ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വെള്ളറട പോലീസ് വീട്ടിലുണ്ടായിരുന്ന വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. പോലീസ് എത്തുമ്പോൾ വിനോദും സന്തോഷും വീട് കഴുകി വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഇതാണ് സംശയം ബലപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.